ഇന്നത്തെ അഗ്നിപരീക്ഷ എപ്പിസോഡ് ഷിജുലാൽ തൂക്കിയെന്ന് വേണം പറയാൻ. അതെ, എൽദോയും ഷിജുലാലും തമ്മിലുള്ള ടാസ്ക് ഉണ്ടായിരുന്നു. രണ്ടുപേരും നന്നായിട്ട് കളിച്ചു. പക്ഷെ എടുത്തു പറയേണ്ടത് ഷിജുലാലിന്റെ പെർഫോമൻസ് ആയിരുന്നു. അതേപോലെ എലിമിനേഷൻ ഇനി ഉണ്ടാവുമോ? ഇനി ഉണ്ടാവാൻ ചാൻസ് കുറവാണല്ലേ. ജഡ്ജസ് ഇനി ആരെങ്കിലും പുറത്താക്കുമോ? അത് എപ്പോഴായിരിക്കും നടക്കാൻ പോകുന്നത്? ഇന്ന് കുറേ എക്സ്പോസിംഗ് ഒക്കെ നടന്നിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഇന്ന് ടാസ്ക് കളിച്ചത്, എക്സ്പോസിംഗ് ടാസ്കുകൾ, വില്ലൻ ഹീറോ ടാസ്ക് കളിച്ചത് ജഡ്ജസ് എന്ന് വേണം പറയാൻ. ജഡ്ജസ് 3 പേരും ഇവരെയെല്ലാം, പ്രത്യേകിച്ച് സോന, അതേപോലെ ഷിബിന, പൂജ, എല്ലാവരുടെയും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ അടുപ്പിക്കാൻ ജഡ്ജസ് നോക്കിയിട്ടുണ്ട്. എന്തൊക്കെ നടന്നെന്ന് പറയാം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. സോ ഇനി ഇങ്ങോട്ട് എനിക്ക് തോന്നുന്നു ഇന്നൊന്നും എലിമിനേഷൻ ഇല്ല. നാളെ ഇനി പറ്റ തിരുവോണത്തിൻ്റെ ആയിട്ട് അതും ഉണ്ടാവാൻ പോകില്ല. അപ്പോൾ ഇനി എലിമിനേഷനൊക്കെ മിക്കവാറും വീക്കെൻഡിലായിരിക്കും ഉണ്ടാവാനുള്ള ചാൻസ് കേട്ടോ. അപ്പോൾ ടോപ്പ് 12 മിക്കവാറും ടോപ്പ് 10 ആവാനുള്ള ചാൻസും കാണുന്നുണ്ട്. പറയാൻ പറ്റില്ല. കാര്യം ഇനി കുറച്ച് ദിവസങ്ങളും കൂടിയല്ലേ ഉള്ളൂ നമ്മുടെ ബിഗ് ബോസ് തുടങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ മിക്കവാറും പെട്ടെന്ന് തന്നെ എലിമിനേഷൻ, അല്ലെങ്കിൽ ഒന്നെങ്കിൽ ഓണം കഴിഞ്ഞിട്ട് ഉടനെ തന്നെ വരും. എന്തായാലും തിരുവോണത്തിനൊന്നും ഉണ്ടാവാനും പോകുന്നില്ല. എന്തായാലും ഇന്നും എന്തായാലും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇന്നത്തെ എപ്പിസോഡ് തൂത്ത് വാരിയത് ഷിജുലാലും എൽഡോയുടെയും പെർഫോമൻസ് ആണ്. എൽഡോയും ഷിജുലാലും ഇന്നത്തെ ടാസ്ക് ലാസ്റ്റ് വരുന്നത്. പക്ഷേ അതിൽ ഷിജുലാലിനെ വലിച്ച് ഇടയ്ക്കൊക്കെ കാലൊക്കെ ഇങ്ങനെ സ്ലിപ്പായി പോയി ആ ഒരു സർക്കിളിൻ്റെ ഇടയിൽ കൂടെ. എന്നാലും ആ സർക്കിളിനകത്ത് കാല് നിൽക്കുക, അല്ലെങ്കിൽ 2 കാലും വരാതെ പുള്ളിക്കാരൻ അത് പിടിച്ചു നിന്നു. ഷിജുലാൽ സൂപ്പർ പെർഫോമൻസ്. സത്യം പറഞ്ഞാൽ ഇതൊക്കെ വോട്ടിങ്ങിന് എഫക്റ്റ് ചെയ്യും. വോട്ടിങ്ങിനെ നമ്മൾ ഓരോരുത്തരുടെയും ടാസ്ക്, പേഴ്സണാലിറ്റി, എല്ലാ കാര്യങ്ങളും അളക്കാനും ഒക്കെയുള്ള ടാസ്കുകളായിരിക്കും ഇനി വരാൻ പോകുന്നത്. മെൻ്റൽ സ്ട്രെങ്ത്, ഫിസിക്കൽ സ്ട്രെങ്ത്, എല്ലാ സംഭവങ്ങളും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത്തെ ടാസ്കിൽ ഷിജുലാലിന് ഭയങ്കരമായ രീതിയിൽ ഒരു പോസിറ്റീവാണ്. അതേപോലെ തന്നെ എൽഡോയും എനിക്ക് തോന്നുന്നു കണ്ടിന്യൂസ് ആയിട്ട് എൽഡോ ടാസ്കുകളൊക്കെ ജയിച്ചു വരുന്നു. ഇന്നലെയും പെൻഡൻ കിട്ടി, ഇന്നും പെൻഡൻ കിട്ടി, ഷിജുലാലിന് ഇന്ന് പെൻഡൻ കിട്ടി. അതേപോലെ തന്നെ നമ്മുടെ ഈ എക്സ്പോസിങ് ടാസ്ക്, അതായത് ഇന്ന് വില്ലനും ഹീറോയിനെയും കണ്ടുപിടിക്കുന്ന ടാസ്ക് ആയിരുന്നു. പക്ഷേ അത് ചുമ്മായാണ്. ആ ടാസ്ക് ഒന്നും അല്ല. ശരിക്കും പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്പോസ് ചെയ്യുന്ന ടാസ്ക് ആയിരുന്നു. അതിനകത്ത് സത്യം പറഞ്ഞാൽ സോനനെ നല്ല രീതിയിൽ ജഡ്ജസ് ഇന്ന് എക്സ്പോസ് ആക്കി. ഇന്നലെ എൽഡോയൊക്കെ പെട്ടുപോയതുപോലെ. പക്ഷേ എൽഡോ പിടിച്ച് കയറിയായിരുന്നു ടാസ്കിൽ. പക്ഷേ ഇന്ന് സോന പെട്ടുപോയി. സോന ഇന്ന് മൊത്തത്തിൽ പെട്ടുപോയി. അതേപോലെ തന്നെ ഷിബിനെയും രാകേഷും തമ്മിൽ വഴക്കായി. അതിനകത്ത് ആദ്യം നമുക്ക് ഷിബിനെ രാകേഷിനെതിരെ നിന്നെങ്കിൽ രണ്ടാമത് ഷിബിനെയും ഷിജിനും തമ്മിലുള്ള വഴക്കിൽ ഷിബിനെ പെടുത്തുന്നത് ആരാണ്? ഈ കണ്ടസ്റ്റൻസിനെ പെടുത്തുന്നത് ജഡ്ജസാണ്. മനസ്സിലായില്ലേ? അതുപോലെ തന്നെ സോനയുടെ ആ ഒരു സോന വേഴ്സസ് പൂജ, അതിൽ സോന ഭയങ്കര ജലസ് ഓഫ് പൂജ ആണെന്നുള്ള രീതിയിൽ ജഡ്ജസ് അങ്ങ് കൊണ്ടുവന്നു. അതിലങ്ങ് അടി ഉറച്ചങ്ങ് വരയിട്ട് വെച്ചതുപോലെ ആയി. പൂജ തക്കം പാർത്തിരിക്കുകയായിരുന്നു. പൂജ അവിടെ സ്കോർ ചെയ്യുകയും ചെയ്തു. അതേപോലെ തന്നെ ഗ്രൂപ്പ് കളി ഉണ്ടെന്ന് പറയുന്നത്, അതായത് ഗ്രൂപ്പ് കളി എല്ലായിടത്തും ഉണ്ട് കേട്ടോ. ഇഷ്ടമുള്ള കുറച്ച് പേര്, ഇവിടെ സോനയുടെ ഒരു ഗ്രൂപ്പ്, ഷിബിരയുടെ ഒരു ഗ്രൂപ്പ്, അങ്ങനെ. എന്തായിരുന്നാലും ടാസ്കിൽ ഇന്ന് സൂപ്പറായിരുന്നു. ഇന്ന് ടാസ്ക്കായിരുന്നു. ലാസ്റ്റത്തെ ടാസ്ക്കാണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അതുപോലെ ഗേൾസിനകത്ത് ലോലിറ്റ നന്നായിട്ട് കളിച്ചു കേട്ടോ. ലോലിറ്റ എനിക്ക് തോന്നുന്നു ഒരു ഓൾറൗണ്ടറായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ക്യൂട്ട്നെസ് മാത്രം ഇട്ട് നിൽക്കുന്ന ഒരാളായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. പുള്ളിക്കാരിക്ക് ക്യൂട്ട്നെസ് ഒരു എക്സ്ട്രാ ആയിട്ടുള്ള എനിക്ക് തോന്നുന്നു എക്സ്ട്രാ ആയിട്ടുള്ള ഒരു എന്താ പറയേണ്ടത്, ഒരു പ്ലസ് പോയിൻ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത് ക്യൂട്ട്നെസ്. അതിൻ്റെ കൂടെ ക്യൂട്ട്നെസ്സും കൂടെ വന്നു കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരിക്ക് നല്ല സപ്പോർട്ടുണ്ട് കമൻറ്റ് സെക്ഷനിലുമൊക്കെ. കാര്യം ഇതിൻ്റെ കൂടെ ക്യൂട്ട്നെസ് കൂടെ വന്നപ്പോഴത്തേക്ക് അതൊരു പ്ലസ് പോയിൻ്റ് ആയിട്ട് മാറി എന്ന് വേണം പറയാം. അത് മാത്രമല്ല, ക്യൂട്ട്നെസ് മാത്രം വെച്ച് ഇങ്ങനെ അയ്യോ എനിക്ക് ക്യൂട്ട്നെസ് മാത്രമാണേ എന്ന് പറഞ്ഞ് വെച്ചുകൊണ്ട് നിൽക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഇനി ഇവരുടെ വേറെ ഇനിയിപ്പോൾ ഒരു ബിഗ് ബോസ് വീട്ടിലേക്ക് അവർ പോവുകയാണെങ്കിൽ, ബിഗ് ബോസ് വീട്ടിൽ അവർ എത്തുകയാണെങ്കിൽ ഇവർ ഇനി സേഫ് ഗെയിം കളിക്കുകയോ ഇല്ലയോ എന്നുള്ളത് കണ്ടറിയാം. എന്തായാലും ഷിബിനെയും രാകേഷും ഒന്നും സേഫ് ഗെയിം കളിച്ചില്ലെങ്കിൽ അവർക്ക് നല്ലത്. ബിഗ് ബോസ് വീട്ടിലെത്തിയാൽ അവരിതുപോലെ തന്നെ പോകുന്നതായിരിക്കും അവർക്ക് നല്ലത്. അതേപോലെ തന്നെ ലോലിറ്റയും ക്യൂട്ട്നെസ് മാത്രം ആവാതെ തന്നെ കുറച്ച് ഇതേപോലെ നല്ല ടാസ്കിലും വർത്താനത്തിലും ഒക്കെ വരണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അല്ലാതെ ഇത് മാത്രം വെക്കരുത്. കാര്യം ഇന്ന് അഖിലും അവരൊക്കെ പറഞ്ഞതുപോലെ ഇവിടുത്തെ, അതായത് ബിഗ് ബോസ് അഗ്നിപരീക്ഷ എന്ന് ഒരാൾ ബിഗ് ബോസ് സീസൺ 8 കപ്പ് ഉയർത്തുമെന്ന് നമുക്ക് കണ്ടറിയാം. അപ്പം നമുക്ക് നോക്കാം ഇന്ന് നമുക്ക് എന്തൊക്കെയാണ് എപ്പിസോഡ് നടന്നത് നോക്കാം. ഇന്ന് എപ്പിസോഡ് ഇല്ലമാണ്. ഇന്നലെ എലിമിനേഷൻ ഇല്ലായിരുന്നു. ഇന്ന് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഇതാക്കി ഒന്നും നടന്നില്ല. പ്രിയാസ് പറയാണ് എനിക്ക് വിഷമമായി ഇന്ന് എലിമിനേഷൻ ഇല്ലാത്തത് കൊണ്ട്. അപ്പോൾ അഖിൽ പറയണ ഫസ്റ്റ് അഗ്നിപരീക്ഷയാണ്, ഇവിടെ നിന്ന് തന്നെ ഒരു വിന്നർ ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെ ടാസ്ക് ആരംഭിക്കുകയാണ്. ഷെയ്ഡ്സ് കൊടുക്കുന്നത് ഹീറോയ്ക്ക്, കറുത്ത പൊട്ട് കൊടുക്കുന്നത് വില്ലന്. അങ്ങനെ ശ്യാം ആദ്യം വന്നിട്ട് ഹീറോ താഷിയും വില്ലൻ ലോലിറ്റയ്ക്കുമാണ്. അപ്പോൾ ശ്യാം പറയാണ് താഷി എല്ലാ ഗെയിമിൻ്റെ സെൻസിലാണ്, സ്വാഗ് ഒക്കെയാണെന്ന് പറയുന്നത്. അപ്പം അഖിൽ ചോദിക്കുന്നുണ്ട് എന്ത് സ്വാഗ് ഉണ്ടെങ്കിൽ ബിഗ് ബോസിൽ കയറാൻ പറ്റുമോ? അല്ല അങ്ങനെയല്ല, അത് പിന്നെ അങ്ങനെ ഓക്കെ അങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞ് അവിടെ ശ്യാം കിടന്നൊന്നും ഉരുളുന്നുണ്ട്. അത് കഴിഞ്ഞ് ലോലിറ്റ പലരുടെയും ഗെയിമിനെ സ്വാധീനിക്കുന്നു. രാകേഷും ഷിജുലാലിനെയും പിടിച്ചു വെച്ചിട്ടാണ് ഗെയിം കളിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പം രജനി പറയുന്നുണ്ട് ഇവിടെ ലോലിറ്റ, അപ്പോൾ
ഇവരിങ്ങനെ ചുരണ്ടി ചുരണ്ടി ജഡ്ജസ് ഇങ്ങനെ ചുരണ്ടി എടുക്കും കേട്ടോ. അപ്പം ലോലിറ്റ ഇവിടെ ഗ്രൂപ്പിസം കളിക്കുകയാണെന്നാണോ പറയുന്നത്? അപ്പോൾ റിയാസ് അതിനെ ഇങ്ങനെ കൂട്ടി, ലോലിറ്റ ഗ്രൂപ്പിസം കളിക്കുന്നുണ്ട്. ശ്യാം ഓക്കെ, ലോലിറ്റ ഇവിടെ രാകേഷിനെ ചൂസ് ചെയ്യുന്നെന്ന് പറഞ്ഞു. എപ്പോഴും ശ്യാം ഇവിടെ താശിയെ ചൂസ് ചെയ്യുന്നുള്ളത് നമുക്ക് ഒബ്വിയസ് ആയിരുന്നല്ലോ. അപ്പോൾ ശ്യാമിന് ഇഷ്ടമുള്ളവരെ ചൂസ് ചെയ്യാം, അപ്പോൾ ലോലിറ്റയ്ക്ക് പാറ്റില്ല. അങ്ങനെ അവിടെ ശ്യാമിനെ അവിടെ ഉടക്കി മടിച്ച് വിട്ടു. അത് കഴിഞ്ഞ് താശിയുടെ ഹീറോ ഷാമോനും വില്ലൻ സോനയുമാണ്. അപ്പോൾ താശി പറയാണ് ഷാമോൻ വിട്ട് കളിക്കാറേ ഇല്ല, ഭയങ്കര എന്താണ് ഒന്നും വേറെ എത്തിക്സ് വിട്ട് കളിക്കില്ല, ഭയങ്കര ഗ്രോത്ത് ഉണ്ട് ഇതിനകത്ത് വന്ന ശേഷം. പിന്നെ അപ്പോൾ അഖിൽ പറയുന്നുണ്ട് പക്ഷേ എൽഡോ ബിലോ ആവറേജ് എന്ന് പറഞ്ഞ ആളാണ് ഈ ഷാമോൻ. അപ്പോൾ താശി പറഞ്ഞു ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നില്ല. ഓക്കെ, സോനയുടെ കാര്യം, സോന ഭയങ്കര ബഹളമാണ്, തമ്മിൽ തല്ലിക്കുക, ഫുൾ നെഗറ്റീവാണ്. നെഗറ്റീവ് ശരിക്കും നേച്ചറിൽ നെഗറ്റീവാണോ? നേച്ചറിൽ നെഗറ്റീവാണ്, റിയൽ ഒട്ടുമല്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, നമുക്ക് വേണ്ടത് റിയൽ കണ്ടസ്റ്റ് തന്നെയാണ്. അപ്പോൾ സോന താങ്ക് യു അഖിലേട്ടാ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഓക്കെ ശരി. അത് കഴിഞ്ഞ് സോന ഇവിടെ ഹീറോ ആയിട്ട് കാണുന്ന ഷിബിനേനെയാണ്, വില്ലനായിട്ട് കാണുന്ന ലോലിറ്റ. ഇവിടെ സോന അങ്ങ് വീഴാൻ തുടങ്ങുകയാണ്. അപ്പോൾ സോന പറയാണ് ഷിബിനേനെ ഞാൻ വില്ലനായിട്ട് കാണുന്നത് എൻ്റെ ഡ്രീമിൽ ഡ്രീം ഉണ്ടായിരുന്നു, ആ ഡ്രീം പുള്ളിക്കാരി അച്ചീവ് ചെയ്യാൻ പ്രയത്നിക്കും. അതേപോലെ തന്നെ ആരെയും പ്ലീസ് ചെയ്യാൻ നിൽക്കത്തില്ല, കൺവിൻസ് ചെയ്യാനും പോകത്തില്ല. പ്ലീസ് ചെയ്യും, കൺവിൻസും ചെയ്ത് എങ്ങനെയെങ്കിലും കാര്യം സാധിക്കും, അതാ പറഞ്ഞത് കേട്ടോ. അങ്ങനെ അതുപോലെ തന്നെ ലോലിറ്റ ആണെങ്കിൽ കൂട്ടാളികളുള്ള വില്ലത്തി എന്ന് വേണം പറയാൻ, വീക്കാണ് എനിക്ക്. അപ്പം ഞാൻ ഹീറോ ആണെങ്കിൽ വില്ലത്തി ചിലപ്പോൾ ലോലിറ്റ ആവാം. അപ്പോൾ വില്ലത്തി ആയിട്ടാണോ ലോലിറ്റേനെ കാണുന്നത്? അപ്പം രഞ്ജിനി ചോദിക്കും അത് വില്ലത്തി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അതേ പവർ ആയിരിക്കണം. അയ്യോ എൻ്റെ അതേ പവറൊന്നും ഇല്ല, അയ്യേ ചെറിയ വീക്ക് വീക്കാണോ? അപ്പം നിങ്ങൾ വില്ലത്തിയായിട്ട് കാണുന്നത്? അതല്ല, ക്യൂട്ട്നെസ് ആയിട്ട് വാരി ബെതറി കൂട്ടാളികളെ ചേർത്ത് കളിക്കുന്നത്, അതുകൊണ്ട് എനിക്ക് വീക്കായിട്ടാണ് തോന്നിയത്, അത്രയേ ഉള്ളൂ. സേഫ് ഗെയിമറാണ് ലോലിറ്റ, സോന പറയുന്നത്. അപ്പോൾ രഞ്ജിനിയും അപ്പം നിങ്ങൾക്ക് ജലസിയാണല്ലേ ക്യൂട്ട്നെസ് ഒക്കെ വാരി ബെതറുന്നുണ്ട്? അയ്യേ എനിക്ക് സഹതാപം മാത്രം, എനിക്ക് ജലസിയൊന്നുമില്ല. ഇപ്പം രഞ്ജിനി റിയാസ് ഒന്നിച്ചു, നമ്മൾ ക്യൂട്ട്നെസ് നോക്കിയൊന്നും ആർക്കും വോട്ടൊന്നും കൊടുക്കലില്ല കേട്ടോ. അപ്പം സോന ആരാണ് കൂട്ട് ഈ ലോലിറ്റയുടെ? ഈ രാകേഷും ഷിജുലാലുമാണ് കൂട്ട്. അപ്പം അപ്പോൾ പെണ്ണിൻ്റെ ചന്തം നോക്കി കണ്ടു വീഴുന്ന മണ്ടന്മാരാണ് രാകേഷും ഷിജുലാലു എന്നാണ് സോന പറയുന്നത്. അല്ല അങ്ങനെയല്ല പറഞ്ഞത്, എനിക്കൊരു ചെറിയ വില്ലനായിട്ടാണ് ലോലിറ്റയെ തോന്നുന്നത്. അപ്പോൾ റിയാസ് ബിഗ്ഗസ്റ്റ് വില്ലൻ ആരാണ്? ബിഗ്ഗസ്റ്റ് വില്ലൻ എൽഡോ ചേട്ടൻ. അപ്പം വില്ലനെ കണ്ടുപിടിക്കാനുള്ള ടാസ്ക് അല്ലേ തന്നത്? അപ്പം നിങ്ങൾക്ക് സത്യം പറ. അപ്പോൾ ഷിജുലാൽ പൊളിഞ്ഞ് അപ്പം ടാസ്ക് എന്താണ് പിന്നെ? വിജനെ പറയാൻ. അപ്പം ചെറിയ വിജനയല്ലല്ലോ പറയേണ്ടത്, വലിയ വിജനയല്ലേ പറയേണ്ടത്? അപ്പോൾ രഞ്ജിനി അപ്പോൾ ജലസിയാണ്, യു ഡോണ്ട് ലൈക്ക് ഹർ. അപ്പോൾ സോന ജലസി ഒന്നും എനിക്കില്ല, പിന്നെ എനിക്ക് ജലസി, പിന്നെ ലോലിറ്റ എനിക്കിത് അപ്പോൾ ലോലിറ്റ ആ അവസരം അതേവരെ മിണ്ടാൻ നിന്നിട്ട് എനിക്കിത് കോംപ്ലിമെൻ്റ് ആയിട്ടാണ് തോന്നുന്നത് മാഡം. ഇപ്പോൾ എക്സ്പോസ് ചെയ്തത് സോന ചേച്ചിയാണ്. ഇവിടെ സോന ചേച്ചി ശ്യാമിനെയും കൂടെ ചേർത്ത് അമ്മയും മോനും സ്ട്രാറ്റജിയാണ് കളിക്കുന്നത്. അപ്പോൾ റിയാസ് അയ്യോ സോനയ്ക്ക് ചേച്ചി എന്ന് വിളിക്കുന്നത് ഇഷ്ടമല്ല, പിന്നെയാണോ അമ്മ? യു ആർ കാളിങ് ഹർ മദർ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഉടനെ സോന എനിക്ക് പ്രശ്നമൊന്നുമില്ല, ഞാൻ ഒരു അമ്മയാണ്. അപ്പോൾ സോന അവിടെ കിടന്ന് ദേഷ്യപ്പെടാൻ നമുക്ക് എന്തിൻ്റെ അടിസ്ഥാനത്തിൽ. അപ്പോൾ ജഡ്ജസ് താങ്ക് യു എന്ന് പറഞ്ഞ് അവിടെ അവസാനിപ്പിക്കുന്നു. അത് കഴിഞ്ഞ് ഷിബിന പറയുന്നത് രാകേഷാണ് വില്ലൻ, നല്ലവനായി വന്ന് ഇവിടെ ലൂസിഫറായി കളിക്കുന്നത് രാകേഷാണ്, ഹീറോ ഷിജുലാലാണ്. വില്ലനാവാൻ കാരണം എല്ലാവരുടെയും ഫേവററ്റ് ആയിരുന്നു രാകേഷ്. പക്ഷേ ഇന്നലെ ടാസ്കിൽ അനിയത്തിക്കുട്ടിയാണെന്ന് പറഞ്ഞ് അനിയത്തിക്കുട്ടികൾ മാത്രമേ ഉള്ളൂ, എൻ്റെ ചേട്ടനും അനിയനും ഒന്നും ഇല്ലേ? ആഫിയാൻ എന്ന് പറഞ്ഞ കുട്ടീനെ കൊച്ചിയിൽ നിന്ന് വന്നു എന്ന് പറഞ്ഞ വിഷയത്തിൽ ഡ്രാഗ് ചെയ്ത് ആവശ്യമില്ലാതെ ഭയങ്കര ബയസ്ഡ് ആയിട്ടാണ് ഈ രാകേഷ് കളിക്കുന്നത്. അപ്പോൾ രാകേഷ് ആഫിയാനയോട് ഞാൻ അനുരത്തിക്കുട്ടി എന്ന് പറഞ്ഞ് തന്നെയാണ് കളിച്ചത് കേട്ടോ, കൂടുതൽ നീ പറയണ്ട. അപ്പോൾ ഉടനെ ഷിബിന നിങ്ങൾ സെലക്റ്റീവായിട്ടുള്ള പെങ്ങളിസമാണ് നിങ്ങൾ കളിക്കുന്നത്. അപ്പോൾ രാകേഷ് തനിക്ക് ഒരയ്ക്കാൻ മാത്രമേ അറിയുള്ളൂ, ലൂസിഫർ ആണ് ഞാൻ ഇങ്ങനെ കളിക്കുള്ളൂ എന്നൊക്കെ രാകേഷ് പറയുന്നുണ്ട്. അപ്പോൾ രാകേഷ് നിങ്ങൾക്ക് അതിനൊക്കെ അസൂയാണ് ഷിബിനയോട്. ഒരാളുടെ തണലിൽ നിന്നാണ് ഇവിടെ ഓരോരുത്തർ കളിക്കുന്നത്. ഓക്കെ, ഇത് വലിയ കോഴി മറ്റേ ചെറിയ കോഴി. അപ്പം ജഡ്ജസ് ആര് വലിയ കോഴി? അല്ല ഇവിടെ രാകേഷ് വലിയ കോഴി, ലോലിറ്റ ക്യൂട്ട് കോഴി. അപ്പോഴത്തേക്ക് ഇതെന്താ കോഴി ഫാമോ? ജഡ്ജസ് ഇതെന്താ കോഴി ഫാമാണോ? അപ്പോൾ അഖില് പോൾട്രി ഫാമിലേക്ക് അല്ല നിങ്ങളെ വിടുന്നത്, ബിഗ് ബോസ് വീട്ടിലേക്കാണ്. അപ്പോഴത്തേക്ക് ഉടനെ ഷിബിന ഉടനെ തന്നെ അത് കഴിഞ്ഞ് ഷിബിനേനെ അവിടെ നിൽക്കുന്നു. അപ്പോൾ രാകേഷ് വരുന്നു. രാകേഷ് വന്നിട്ട് രാകേഷിൻ്റെ ഹീറോ അഫിനിയാസും വില്ലൻ ഷിബിനയാണെന്ന് പറയുന്നു. അപ്പോൾ രാകേഷ് പറയാണ് അഫിനിയാസ് ഞാൻ 12 പേരിൽ പോലും വരുമെന്ന് വിചാരിച്ചില്ല, പക്ഷേ ഇപ്പോൾ പുള്ളിക്കാരിയുടെ ഗെയിം സൂപ്പറാണ്, എനിക്കും ഫീൽ ചെയ്തു കേട്ടോ, അഫിനിയാസ് നന്നായിട്ട് കളിക്കുന്നുണ്ട്, ഞാൻ വിചാരിച്ചില്ല ഇത്രയും പുള്ളിക്കാരി എത്തും, ഞാൻ ടോപ്പ് 12 പോലും പ്രതീക്ഷിക്കാത്ത ആളാണ് അഫിനിയാസ്. രാകേഷ് പിന്നെയും ഷിബിനെക്കുറിച്ച് അസൂയ, കുശുമ്പ്, പരദൂഷണം, ഏഷണി എല്ലാത്തിൻ്റെയും മൂർത്തിഭാവമാണ് ഈ ഷിബിന.
കേട്ടോ, നിറകുടമാണ്, നിറകുടം. ഈ പൊട്ട് ഇവിടെ ഇരുന്നോട്ടെ, പെണ്ണിനെ വളയ്ക്ക്, എന്നിട്ട് പാട്ടൊക്കെ പാടി, പെണ്ണിനെ വളയ്ക്കാനല്ല വന്നത് ഈ രാകേഷ് എന്നൊക്കെ പറഞ്ഞ് പാട്ടൊക്കെ പാടി. അപ്പോൾ അവിടെ ഷിബിന ഡാൻസ് ഒക്കെ കളിക്കും, വിട്ടുകൊടുക്കൂല, സ്ക്രീൻ സ്പേസ് കളയണ്ടല്ലോ. അങ്ങനെ ഷിബിന ഇത്രയും കരയേണ്ട രാകേഷേ, ഇത്രയും കരയേണ്ട, അപ്പം ഇതെന്താ കുളം കരയോ എന്നൊക്കെ പറഞ്ഞ് അപ്പം ജഡ്ജസ് മതി സ്ക്രീൻ സ്പേസ് എടുത്തത്, എല്ലാം പൊക്കോളാൻ പറയുന്നു. അത് കഴിഞ്ഞ് ആഫ്യാനസ് പറയുന്നു, ഈ പെങ്ങളും സഹോദരിയൊക്കെ കഴിഞ്ഞാൽ എനിക്കൊന്ന് പറയായിരുന്നു. എന്തായാലും ഞാൻ എൻ്റെ ഹീറോ ആയിട്ട് പറഞ്ഞത് സോനേനെയാണ്, വില്ലനായിട്ട്. ഹീറോ ആയിട്ട് ശ്യാമിനെയാണ്. അപ്പോൾ ശ്യാമിനെ പറയാൻ കാരണം ശ്യാമ് പോയിന്റ്സ് പറയുന്നുണ്ട്, മാനിപ്പുലേറ്റീവ് ആണ്. സോനയെ പറയാനുള്ള കാരണം ബിഗ് നെഗറ്റീവ് എനർജിയാണ്, സ്വയം ഒന്നും മനസ്സിലാക്കത്തില്ല. സോന ഒരിക്കലും റിയൽ അല്ല, റിയൽ ലൈഫിൽ വില്ലത്തിയാണ്. അപ്പം രഞ്ജിനി ഒരുപാട് പേര് പറയുന്നുണ്ടല്ലോ, ആരൊക്കെ പറയുന്നു സോന വില്ലത്തിയാണെന്നുള്ളത്, അത് സോന നെഗറ്റീവ് ആണെന്നുള്ളത്. അപ്പോൾ കുറേ പേര് കൈവെക്കുന്നുണ്ട്. അങ്ങനെ പൂജ വരുന്നു. പൂജ ഇവിടെ ഹീറോ ആയിട്ട് പറഞ്ഞത് താഷീനെ, നല്ല മാനിപ്പുലേറ്ററാണ്. വില്ലനായിട്ട് പറഞ്ഞത് സോനേനെയാണ്, പേഴ്സണൽ ഗ്രഡ്ജ് വെച്ച് കളിക്കുന്നതെന്നാണ് പറയുന്നത്. സോ പൂജയും താഷിയും ഷാമോനും ഭയങ്കര വീക്ക് പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു. എനിക്ക് ഭയങ്കര സൈലൻ്റ് ആയിട്ട് ആയതുപോലെയും എനർജി ലോ ആയതുപോലെയും എനിക്ക് ഫീൽ ചെയ്യുന്നു 3 പേരെയും. താഷി ഓക്കെ. സോ അപ്പോൾ താഷി എന്തൊക്കെയോ പറഞ്ഞ് എനിക്കൊന്നും മനസ്സിലായില്ല കേട്ടോ. പൂജയെ എടുത്ത് ഞാൻ ഗെയിം കളിച്ചതാണ്, ഗെയിമിൽ പൂജ വീണു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം സോന എന്നെ ടാർഗറ്റ് ചെയ്യുന്നത് സോന പറയുന്നു. അത് കഴിഞ്ഞ് എൽഡോ വന്നിട്ട് ലോലിത്തേനെ ഹീറോയും വില്ലൻ താഷിയും ആക്കുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ താഷിനെ കുറിച്ച് എൽഡോ പറയണം, ആരംഭ ശൂരത്ത് മാത്രമേ ഉള്ളൂ, ഇടയ്ക്ക് വെച്ച് സ്റ്റക്കായിട്ട് അങ്ങ് പോകും, അത്രേ ഉള്ളൂ. ലോലിറ്റിനെ കുറിച്ച് പറയുന്നത് അഡ്വഞ്ചറസ് ആയിട്ട് എടുക്കും, ഞാൻ കാത്തിരിക്കുകയാണ് പുള്ളിക്കാരുടെ ഗെയിം എങ്ങനെയെന്നറിയാൻ, ഞാൻ ലളിത എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ അഖിൽ ചുരുക്കം പറഞ്ഞാൽ മയക്കി, എല്ലാവരും ലോലിത്ത മയക്കി എടുത്തു. അങ്ങനെയല്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ലോലിറ്റ പറയുന്നത് സിബിനേനെയും പൂജേനെയാണ്, ഷിബിനേനെ വില്ലത്തിയായിട്ടും പൂജേനെ ഹീറോ ആയിട്ടും. അപ്പോൾ ലോലിറ്റ പറയുന്നുണ്ട്, എനിക്ക് കോമ്പറ്റേറ്റീവായിട്ട് തോന്നിയത് ഷിബിനേനെയാണ്, അതേപോലെ തന്നെ എൻ്റെ ഒപ്പം നിൽക്കുന്നൊരു വില്ലനെയാണല്ലോ വേണ്ടത്. അപ്പോൾ പൂജേനെ നല്ല ക്രുക്കഡ് ആയിട്ടുള്ള വില്ലത്തിയായിട്ടാണ് പറയുന്നത്, മറ്റത് അങ്ങനെയല്ല, നെഗറ്റീവായിട്ടുള്ള വില്ലത്തി. ഓക്കെ. അങ്ങനെ ഇവിടെ ഗ്യാങ് വെച്ച് കളിക്കുന്നു എന്നുള്ളതൊക്കെ ലോലിറ്റ പറയുന്നുണ്ട്. 2 ഗ്യാങ് ഉണ്ട്. അത് ജഡ്ജസ് അവിടെ കൺവിൻസ് ആവുന്നില്ല ലോലിറ്റയുടെ കാര്യത്തിൽ കേട്ടോ. അപ്പോൾ രാകേഷും ഷിജുലാലും ലോലിറ്റ ഒരു ഗ്യാങ്, ഷിബിന സോന അത് വേറൊരു ഗ്യാങ്. ഓക്കെ. എന്തായാലും ഷാമോൻ വന്നിട്ട് ഷിജിനെ പറയുന്നു ഹീറോ ആയിട്ടും, എൽഡോനെ വില്ലനായിട്ടും പറയുന്നുണ്ട്. നായകനാകാനാണ് ശ്രമിക്കുന്നത്, പിന്നെ ആദ്യം നായകനാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചു, പക്ഷെ നായകനല്ല, പല രീതിയിൽ ആൾക്കാരെ മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് എൽഡോനെ കുറിച്ച് ഷാമോൻ പറയുന്നത്. അപ്പോൾ അഖിൽ ചോദിക്കുന്നുണ്ട്, ഇന്നലെ അങ്ങനെ ആയിരുന്നില്ലല്ലോ, എൽഡോ ബിലോ ആവറേജ് എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര സപ്പോർട്ട് കൊടുത്തതാണല്ലോ. അപ്പോൾ ഷാമോൻ പറഞ്ഞത് അത് വെറും ഇയാളുടെ സ്ട്രാറ്റജിയാണെന്നാണ്. അപ്പോൾ എൽഡോ, ഞാൻ സെമിനാരിൽ ചേരാനൊന്നും അല്ല വന്നിരിക്കുന്നത്, ഞാൻ ബിഗ് ബോസിൽ പോകാനാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ അടുത്ത് ഷിജിൻ വരുന്നുണ്ട്. ഷിജിൻ വന്നിട്ട് എൽഡോനെ പറയുന്നുണ്ട് ഹീറോ ആയിട്ടും, ഷിബിനെ വില്ലത്തിയായിട്ടും പറയുന്നുണ്ട്. എൽഡോനെ പറയാൻ കാരണം വിഷമിക്കുന്ന ആളുടെ കൂടെ നിൽക്കുന്നവനാണ് എൽഡോ, ചേർത്ത് നിർത്തുന്നു, പിന്നെ ടാസ്ക് ഒക്കെ സൂപ്പറായി ചെയ്യുന്നു. ഇനി ഷിബിനേനെ വില്ലത്തിയാക്കാനുള്ള കാരണം എല്ലാവരുടെ അടുത്തും പോയി ചോദിച്ച് ആരാണ് ജയിക്കാൻ ചാൻസ്, എന്നിട്ട് അവരെ പല രീതിയിൽ ചീപ്പ് കളി കളിക്കുന്നു, കളിയിൽ ടാസ്കിൽ ചീറ്റ് ചെയ്യുന്നു എന്നൊക്കെ. അപ്പോൾ ഷിബിന, നീ എപ്പോൾ കണ്ടു ഞാൻ എല്ലാവരോടും ചോദിക്കുന്നത്, എന്നോട് വന്ന് ചോദിച്ചു, എപ്പോ എന്താണ് ചോദിച്ചത് ഭയങ്കര വഴക്കായി ഷിബിനെയും ഷിജിനും തമ്മിൽ. അപ്പം അഖിൽ ചോദിക്കുന്നത്, ഇപ്പം ആരെ പൊട്ടിച്ചു? കുറച്ച് മുന്നേ രാകേഷിനെ, കാര്യം രാകേഷ് കിടന്ന് ദേഷ്യപ്പെട്ടപ്പോൾ ഷിബിനെ ചോദിച്ചായിരുന്നു, എന്തിനാ രാകേഷ് ഏട്ടാ ഇത്രയും കിടന്ന് പൊട്ടുന്നത് എന്ന് ചോദിച്ചായിരുന്നു. അപ്പോൾ അത് തിരിച്ച് അഖിൽ ചോദിച്ചായിരുന്നു, എന്തിനാ ഷിബിനെ എത്രയും കിടന്ന് പൊട്ടുന്നത്, ഇപ്പം രാകേഷ് പൊട്ടിയത് എന്തിനാന്ന് മനസ്സിലായോ? ശരി, മോള് പോയിരിക്കും. അപ്പോൾ അതിൻ്റെ റിയാക്ഷനാണ്, ഷിബിനെ പിടിച്ചു നിൽക്കും കേട്ടോ എന്തൊക്കെ പറഞ്ഞാലും. അത് കഴിഞ്ഞിട്ട് ഷിജുലാൽ വന്നിട്ട് ആഫിയനെ ഹീറോയും സോനേനെ വില്ലത്തിയിട്ടും, സോന ഫുൾ ലക്ക് കൊണ്ടാണ് ഇവിടെ എത്തിയത്, നെഗറ്റീവാണ്, ഫുൾ ലക്കാണെന്ന് പറയുന്നുണ്ട്, കള്ളിക്ക് മേലെ കള്ളി എന്നൊക്കെ പറയുന്നത്. അങ്ങനെ എന്തായാലും സോന ഫുൾ നെഗറ്റീവ് വൈബ് അടിച്ചിരിക്കുകയാണ്. 2 പേർക്ക് ഇവിടെ ഇങ്ങനെ ഇത് കിട്ടി, കണ്ണട കിട്ടി, താഷിക്കും മാഫിയയ്ക്കും. 4 പൊട്ടോടുകൂടി സോന മുന്നിൽ, ആർക്കും ഇഷ്ടമല്ലാത്ത ക്യാരക്ടറായിട്ട്. ഓക്കെ. ഇനി അടുത്ത ടാസ്ക് വരെയാണ്, വട്ടപ്പോരെന്നാണ്. എല്ലാവരും ഒരു കയറ് ചുറ്റി ഇങ്ങനെ നിൽക്കുന്നു, നടുക്കൊരു ചെറിയ വട്ടമുണ്ട്, ആ ചെറിയ വട്ടത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഔട്ടാണ്. അയ്യോ, നല്ല ടാസ്ക് ആയിരുന്നു, ഇതുവരെ വന്നതിൽ ഏറ്റവും നല്ല ടാസ്ക്കാണ് ഇപ്പോൾ നടന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം മെൻ്റൽ സ്ട്രെങ്ത് നന്നായിട്ട് വേണം, കുറച്ച് സ്ട്രാറ്റജിയൊക്കെ ഉപയോഗിക്കണം. പക്ഷേ എനിക്ക് തോന്നുന്നില്ല ആരും ഉപയോഗിച്ചിട്ടുണ്ടാവും, എല്ലാവരും ഫിസിക്കൽ സ്ട്രെങ്ത് ആണ് കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ളത്. ആദ്യത്തേൽ തന്നെ പൂജ ഔട്ടാകുന്നു, കാര്യം നല്ല ഫിസിക്കൽ സ്ട്രെങ്ത് വേണം. രണ്ടാമത്തേൽ സോന ക്വിറ്റ് ചെയ്ത് പോകുന്നു, ശ്യാം ഔട്ടാകുന്നു, താഷി ഔട്ടാകുന്നു, ഷിബിനെ ഔട്ടാകുന്നു, ഷിജിൻ ഔട്ടാകുന്നു. ഷാമോൻ ഇവിടെ വയ്യാതെയായി, വെള്ളം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് രഞ്ജിനി പറഞ്ഞു പറ്റത്തില്ല, അങ്ങനെ എല്ലാവർക്കും വെള്ളം കൊടുക്കാൻ പറ്റൂല. ലോലിറ്റ നന്നായി കളിക്കുന്നുണ്ട്, ഇന്നർ സർക്കിൾ കുറച്ചും കൂടെ വലിപ്പം കൂട്ടി, കാര്യം ആരും തോക്കുന്നില്ല. അങ്ങനെ ലോലിറ്റ ഔട്ടായി, ആഫിയ ഔട്ടായി,
രാകേഷ് ഇവിടെ യെല്ലോ കാർഡ് കിട്ടിയായിരുന്നേ. കാര്യം രാകേഷ് ആ കയറിന്ന് ഊരിയിട്ടാണ് നിന്നത്. സോ പിന്നെയും രാകേഷ് കളിക്കുന്നു, രാകേഷ് ഔട്ട്. അവസാനം എൽഡോ വേഴ്സസ് ഷിജുലാൽ വരുന്നുണ്ട്. എൻ്റെ ദൈവമേ, ഞാനത് ഇങ്ങനെ പേടിച്ചു പോയി. എനിക്ക് ഷിജുലാൽ കളിക്കുന്നത്, ഷിജുലാലിൻ്റെ കൈ രണ്ട് ഇങ്ങനെ ഞാൻ വെച്ച് കഴുത്ത് ഇട്ട് ഇതാക്കുന്ന പോലെ തന്നെ. എൽഡോ നന്നായിട്ട് ശ്രമിച്ചു ഷിജുലാലിനെ ഔട്ടാക്കാൻ വേണ്ടി. പക്ഷേ ഷിജുലാൽ തോറ്റു കൊടുത്തില്ല, വീണ് കൊടുത്തില്ല. ഇടയ്ക്കിടയ്ക്ക് കാലൊക്കെ വരുന്നുണ്ടായിരുന്നേ, പക്ഷെ എന്നാലും അതിനകത്ത് ഫുള്ളായിട്ട് നിന്നില്ല. അങ്ങനെ രണ്ടുപേരെയും വിജയിയായിട്ട് പ്രഖ്യാപിച്ചു. ഷിജുലാൽ സൂപ്പർ. രണ്ടുപേർക്കും പെൻഡൻ കൊടുത്തു. ഔട്ട് ഹൗസ് ഇല്ലയെന്ന് പറഞ്ഞു, എലിമിനേഷൻ ഇല്ലയെന്ന് പറഞ്ഞു. ഷിജുലാലിനെ കൊണ്ട് മൈ ടൈം കൊടുത്തു. ഷിജുലാൽ ഓക്കെ ആയിട്ട് പറഞ്ഞു. ഇത്രയേ ഉള്ളൂ. നാളെ പിന്നെ ഓണാഘോഷത്തിൻ്റെതാണ്. രഞ്ജിനിക്കാര് പൊട്ടുതൊടും, വള്ളംകളി, അതേപോലെ വടംവലി, ഇതുപോലത്തുള്ള മത്സരങ്ങളാണ് നാളെ ഉള്ളത്. ബിഗ് ബോസിൻ്റെ അഗ്നിപരീക്ഷയിലുള്ള നോർമൽ മത്സരങ്ങൾ ഇങ്ങനെ തന്നെ ഇങ്ങനെ അങ്ങ് പോവും കേട്ടോ. കുറേ ഡിബേറ്റുകളും ഇങ്ങനെ ആയിട്ട് ഇതങ്ങ് പോവും. അതിനിടയിൽ നമുക്കൊരു ഇതിനകത്ത് സീസൺ 6 സീസൺ 8 എത്തുകയും ചെയ്യും. ഇതാണ് ഈ അഗ്നിപരീക്ഷ നടക്കാൻ പോകുന്നത്. കൂടുതൽ നമുക്കൊന്നും പ്രതീക്ഷിക്കേണ്ട, ഇങ്ങനെയായിരിക്കും പോകുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.